ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു മൂവി മാനിഫെസ്റ്റോ. പാരാഗ്ലൈഡിംഗ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ നായിക അപ്രതീക്ഷിതമായി ഒരു ചുഴലിക്കാറ്റിൽ അകപ്പെടുന്നു. അതിനുശേഷം എത്തിപ്പെടുന്നതാകട്ടെ ശത്രു രാജ്യത്തിന്റെ മിലിറ്ററി താവളത്തിൽ. പിന്നീട് നടക്കുന്ന സംഭവ ബഹുലമായ കഥ പറഞ്ഞ 2019 റിലീസായ ഒരു കൊറിയൻ ഡ്രാമയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ ഡ്രാമയിലെ മെയിൻ ലീഡ്സിനെ ആദ്യം പരിചയപ്പെടാം. ജോങ് ഹ്യുക് ആൻഡ് യൂൻ സെറി. ഇവർ രണ്ടുപേരാണ് നമ്മുടെ മെയിൻ ലീഡ്സ്. ഈ ഡ്രാമ കഴിഞ്ഞതിന് ശേഷം ഇവർ റിയൽ ലൈഫിലും കല്യാണം കഴിച്ചു കേട്ടോ. നമുക്ക് ഡ്രാമയിലേക്ക് കിടക്കാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മളുടെ ഹീറോയിനായിട്ടുള്ള യൂൻ സെറി ഏതോ ഒരു ആക്ടറുടെ കൂടെ അവരുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഫോട്ടോസ് എടുക്കുക. സെറി ഒരു ബിസിനസ് വുമൺ ആണ്. വളരെയധികം പണക്കാരിയായിട്ടുള്ള ഒരു ലേഡിയാണ് സെറി. അതുപോലെ തന്നെ കൂടെയുള്ള ആള് ഒരു ആക്ടറാണ്. സോ പാപ്പരാസികൾ സ്വാഭാവികമായിട്ടും അവരെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടാൽ ഫോട്ടോസ് എടുക്കുമല്ലേ. വന്നിട്ടുള്ള ആ ഗോസിപ്പുകളൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ള രീതിക്ക് പുറത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെറിയുടെ സെക്രട്ടറി. അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇവരുടെ ഈ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോട്ടോയിൽ അവളുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ട്. സോ ബ്ലർ ചെയ്തപ്പോൾ അവളുടെ ഇട്ടിരിക്കുന്ന ഇയറിങ്സ്, കമ്മല് ബ്ലറായി പോയി എന്നുള്ളതാണ് സെറിയുടെ ടെൻഷൻ. സെറിയുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഒരു പ്രോഡക്റ്റാണ് ഈ കമ്മല്. അപ്പോൾ ഈ കമ്മല് വൈറൽ ആവുകയാണെങ്കിൽ അതിന് നല്ല സെയിൽസ് ഉണ്ടാവുമല്ലോ. അത് ആലോചിച്ചിട്ടാണ് സെറി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സെറി എത്ര ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണെന്നും വളരെ ടാക്റ്റിക്കലായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളായിട്ടും നമുക്ക് പിന്നീട് കാണിക്കുന്നത് ഇവരുടെ ഫാമിലിയിൽ എല്ലാവരെയും അച്ഛൻ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് പ്രകാരം എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട്. സെറിയുടെ ചേട്ടന്മാരും ചേട്ടത്തിമാരും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ മൂത്ത ചേട്ടൻ്റെ ഭാര്യയും ചേട്ടനും കൂടിയിട്ട് നല്ലപോലെ അച്ഛനെ സുഖിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. തന്നെ സെറി അങ്ങോട്ട് വരുന്നുണ്ട്. സെറി വന്ന് അച്ഛൻ്റെ ആരോഗ്യം എല്ലാം എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ച് ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ചെയർമാൻ അച്ഛൻ പറയുന്നത്, നീ എൻ്റെ സ്ഥാനത്തേക്ക് വരണം, എൻ്റെ പൊസിഷൻ നീ ടേക്ക് ഓവർ ചെയ്യണം എന്ന് സെറിയുടെ അടുത്ത് പറയാണ്. ഈ സമയത്ത് ഒരു ബോംബ് പൊട്ടിയ ലാഘവാണ് അവിടെ എല്ലാവർക്കും. സെറി ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചേട്ടന്മാരും ചേട്ടത്തിയും അമ്മയടക്കം എല്ലാവരും വണ്ടറടിച്ചിരിക്കും. അച്ഛൻ പറയുന്നുണ്ട്, നീ 10 വർഷം മുന്നേ നമ്മുടെ വീട്ടു വിട്ടിറങ്ങി സ്വന്തമായിട്ടൊരു കമ്പനി ഇത്ര സക്സസ്ഫുൾ ആക്കി കൊണ്ടുവന്നതാണ്, നിന്റെ കഴിവ് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് സെറീനെ എളുതായി കാണിക്കുന്നത്. സെറിയുടെ കമ്പനി പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പാരാഗ്ലൈഡിംഗ് എക്യുപ്മെന്റും അതിന്റെ കോസ്റ്റ്യൂം ഉണ്ടല്ലോ അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് അവൾ സ്വന്തമായിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് പാരാഗ്ലൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അച്ഛൻ പറഞ്ഞ വാർത്ത അറിഞ്ഞ് ആ സന്തോഷത്തിലൊക്കെയാണ് സെറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാരാഗ്ലൈഡ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവള് കാണുന്നത് ട്രാക്ടർ പലവിധ സാധനങ്ങളൊക്കെ പറക്കുന്നു. അധികം വൈകാതെ അതൊരു ചുഴലിക്കാറ്റായി മാറി എല്ലാ സാധനങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെറിയും ആ ചുഴലിക്കാറ്റിൽ പെടുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനായിട്ടുള്ള ജോങ് ഹ്യുക്കിന്റെ എൻട്രിയാണ്. ജോങ് ഹ്യുക്ക് ഒരു മിലിറ്ററി ഓഫീസറാണ്. ജോങ് ഹ്യുക്ക് തൻ്റെ ടീം മെമ്പേഴ്സുമായിട്ട് അവരുടെ ഡീമിലിറ്ററൈസ്ഡ് സോണിൽ കുറച്ച് കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയിപ്പ് കിട്ടിയിട്ട് അവരെ പിടിക്കാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അവർ ആ കള്ളന്മാരെ പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ജോങ് ഹ്യുക്കിന്റെ സീനിയർ ഓഫീസർ വരുന്നുണ്ട്. അയാളുടെ പേരാണ് ചോ ച്യോൾ. ഇയാളെ ഇനിയും നമുക്ക് കാണാനുണ്ടാവും, അതുകൊണ്ടൊന്ന് നോക്കി വെച്ചോ. ഈ കള്ളന്മാരുണ്ടല്ലോ, ഈ കള്ളന്മാരെ ന്യായീകരിച്ച് അവര് തെറ്റി കടന്നതായിരിക്കാം ഇങ്ങോട്ട്, അതുകൊണ്ട് അധികം കാര്യമായിട്ട് ശിക്ഷിക്കണ്ട എന്നുള്ള രീതിയിൽ ഇയാള് പറയുന്നുണ്ട്. ആ സമയത്ത് ജോങ് ഹ്യുക്ക് പറയുന്നുണ്ട്, ഇല്ല, ഇത് എൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നോക്കിയും കണ്ടൊക്കെ പണിഷ്മെന്റ് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. ചോച്ചിയോള് പറയുന്നുണ്ട്, നീ ഒരു കാര്യം മറക്കണ്ട, ഞാൻ നിന്റെ മേലുദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത് എന്നുള്ള കാര്യം നീ മറക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ജോങ് ഹ്യുക്കിന് പിന്നെ ഒന്നും പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ വരും. പിന്നീട് സെറി കണ്ണു തുറക്കുമ്പോൾ എവിടെയാ എന്താ എന്നൊന്നും മനസ്സിലാവണില്ലല്ലോ. അവളുടെ വോക്കി ടോക്കി എടുത്തിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും അതിൽ നിന്ന് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. അവൾക്ക് എന്താ ഏതാണെന്നൊന്നും മനസ്സിലാവാണ്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ആ വഴിയിലൂടെ പെട്രോളിങ്ങിന് പോയിക്കൊണ്ടിരുന്നിരുന്ന നമ്മുടെ ജോങ് ഹ്യുക്ക് എന്തോ ഒരു ഒച്ച കേട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്
ആ ഒച്ച കേട്ട സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ ഈ മരത്തിന്റെ പൊക്കത്ത് നിൽക്കുന്നത് ഇവൻ കാണുന്നത്. ശരിക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷമാവണു. തന്നെ രക്ഷിക്കാനായിട്ട് മിലിറ്ററിനെയൊക്കെ ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോങ് ഹ്യോക്ക് ഇട്ടിരിക്കുന്നത് നോർത്ത് കൊറിയയുടെ യൂണിഫോം ആയിരുന്നു. ശരിയുള്ളത് സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയ നോർത്ത് കൊറിയ എന്ന് പറയുന്നത് കൊറിയയുടെ 2 സ്ഥലങ്ങളല്ല. സൗത്ത് കൊറിയ നോർത്ത് കൊറിയ എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ തന്നെയാണ്. അതും തന്നെ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് എങ്ങനെയാണോ അതുപോലെ ബദ്ധ ശത്രുക്കളാണ് സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജോങ് ഹ്യൂക്കിനെ കണ്ടതിന്റെ സമാധാനമൊക്കെ മാറി ഇപ്പൊ പേടിയായി തുടങ്ങി ശരിക്കും. ആ സമയത്ത് ജോങ് ഹ്യൂക്ക് ഇവളോട് മരത്തിന്റെ താഴത്തേക്ക് ഇറങ്ങാൻ പറയുന്നുണ്ട്. അപ്പോൾ ശരി പറയുന്നുണ്ട്, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കാത്തു നിൽക്കുമോ, അതിന് മുന്നേ ഇറങ്ങുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് തോക്കൊക്കെ കാണിച്ചു തുടങ്ങുമ്പോൾ ശരി വേഗം ആ എങ്ങനെയാണോ തങ്ങി നിന്നിരുന്നത് ആ കെട്ടഴിച്ച് നേരെ അവന്റെ മേത്തേക്ക് തന്നെയാണ് ലാൻഡ് ചെയ്യുന്നത്. താഴത്തിറങ്ങിയ ശരി ജോങ് ഹ്യൂക്കിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സൗത്ത് കൊറിയയിലേക്ക് സ്വാഗതം. നിങ്ങളെ ഞാൻ കാണിച്ചു കൊടുക്കൊന്നുമില്ല, എന്നെ ജസ്റ്റ് എന്റെ വഴിക്ക് പോകാൻ സമ്മതിച്ചാൽ മതി. നിങ്ങൾ എന്താ ചെയ്യാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമില്ല, ഞാൻ ഒന്നിലും ഇടപെടില്ല എന്ന് പറഞ്ഞ് ശരി നിൽക്കുന്നു. ജോങ് ഹ്യൂക്ക് ഒരുമാതിരി ഈ പെണ്ണ് ഇത് എന്തൊക്കെയാ പറയണേ, പ്രാന്താണോ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. നമ്മുടെ ചേച്ചിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവൾ എവിടെയാ ഉള്ളതെന്ന്. അവൾ വിചാരിച്ചിരിക്കുന്നത് അവൾ സൗത്തിൽ തന്നെയാണ് ഉള്ളത്, ഇവൻ നോർത്ത് കൊറിയന്ന് സൗത്ത് കൊറിയയിലേക്ക് വന്നിരിക്കുകയെന്നാ. പക്ഷെ ശരിക്കും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയല്ലല്ലോ. ഇവള് സൗത്ത് കൊറിയക്കാരിയാണ്, പക്ഷെ ഇവള് വന്ന് പെട്ടിട്ടുള്ളത് നോർത്ത് കൊറിയയിലുമാണ്. ഇത് ജോങ് ഹ്യൂക്ക് പറഞ്ഞു പോകുമ്പോൾ ഫുൾ കിളി പോയ അവസ്ഥയാവും നമ്മുടെ. ശരി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന വഴി പൊക്കോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ജോങ് ഹ്യൂക്ക് പറയുന്നുണ്ട്, ഇല്ല നീ അനങ്ങാതെ നിൽക്ക്, അവിടെ കുറേ മൈനുകളുണ്ട്, അതിലങ്ങനെ അബദ്ധത്തിൽ പോയി ചവിട്ടിയാൽ പണി കിട്ടും എന്നുള്ള രീതിക്ക് അവൻ ഒരു ഇത് പറയുന്നുണ്ട് അവളുടെ അടുത്ത്. അപ്പോൾ തന്നെ ശരി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ജോങ് ഹ്യൂക്ക് ഇവളെ പിടിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അവനാണ് ആ പണി എന്നുള്ള കാര്യം. ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ശരിക്കൊരു അവസരമാണ്. ഇവൻ എന്തായാലും അവിടെ നിന്ന് നീങ്ങില്ലല്ലോ, അവൾ രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ മനസ്സിലാലോ. ശരി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആ സമയത്ത് ജോങ് ഹ്യൂക്കിന്റെ ടീമിലെ മെമ്പറായിട്ടുള്ള പാർക്ക് ബ്യോം അങ്ങോട്ട് വരുന്നുണ്ട്. ജോങ് ഹ്യൂക്ക് പറയുന്നുണ്ട്, ഒരു സൗത്ത് കൊറിയൻ വുമൺ ഇവിടെ എത്തിയിട്ടുണ്ട്, സസ്പീഷ്യസ് ആയിട്ട് ആരെങ്കിലും കാണുവാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ട്രൂപ്പിനെ വിളിച്ച് അറിയിക്കാനായി. ജിസുവും ഗാങ്ങും ആണെങ്കിൽ സെരീനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നോക്കി അവസാനം സെരി അവരുടെ കണ്ണിൽ പെടുകയാണ്. ജിസുവിനാണെങ്കിലോ എയിം കിട്ടുന്നില്ല, കാരണം പകുതി ബോധേ ഉള്ളൂ, പിന്നെ നല്ല ദൂരത്തിലാണ് അവരുണ്ടായിരുന്നത്, വെടിവെക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അവിടെ നിന്നും സെരി കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ്. സെരിനെ കണ്ട വിവരം ബാക്കി എല്ലാവരും അറിയിച്ചിട്ടുണ്ട് ഇവര്, അതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ട് വരാണ്. സെരിയാണെങ്കിലോ ഓടി ഒരു മൈൻ ഫീൽഡിൽ വരെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഭാഗ്യം എന്താന്ന് നോക്കണല്ലേ, ഒരു മൈനുമ്മ പോലും ചവിട്ടാണ്ട് അവൾ ഓടി രക്ഷപ്പെടുകയാണ്. ഇവർക്കാണെങ്കിൽ പിന്നാലെ ഓടാനും പറ്റില്ല, അവർക്കറിയാം അതിൽ മൈനുള്ള കാര്യം. അങ്ങനെ അവിടെ നിന്നും പോകുമ്പോഴാണ് ശരി ഒരു കമ്പി വേലി കാണുന്നത്. ആ കമ്പി വേലി കാണുമ്പോൾ അവൾ അങ്ങോട്ട് പോയി ആ കമ്പി വേലി കയറി ചാടാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ചിസുവും ബാക്കിയുള്ളവരും അവിടെ നിന്നിട്ട് ചാടല്ലേ എന്ന് വിളിച്ച് പറയുന്നുണ്ട്. അവരുടെ പണി പോവും. അവള് ആ വേലി ചാടി കടക്കുകയാണെങ്കിൽ അവള് സൗത്ത് കൊറിയ അങ്ങോട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എന്നാൽ ആ വേലി കടന്നാൽ അവള് നോർത്ത് കൊറിയയിലേക്കാണ് പോകുന്നത്. ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവള് കേൾക്കില്ല എന്നാവുമ്പോൾ ചിസു അവസാനം വെടിവെക്കാൻ തന്നെ തീരുമാനിച്ച് തോക്ക് ചൂണ്ടുമ്പോൾ അത് കണ്ട് ശരി പേടിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു. പിന്നെ കാണിക്കുന്നത് സെരിയുടെ 2 ചേട്ടന്മാരാണ്. ചേട്ടന്മാര് പോലീസിനടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളെങ്ങനെ കാണാതായ വിഷയം. അവര് സംസാരിച്ച് പോകുന്നത് അവൾ ഇനി വരില്ലായിരിക്കും അല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സെരിയുടെ 2ാമത്തെ ചേട്ടനെയും ചേട്ടത്തിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും തമ്മിലും കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമ്പനിയിൽ സെരിക്ക് കൊടുക്കാനിരുന്ന പൊസിഷൻ ഒഴിവായി കിടക്കുകയാണ്. അതിലേക്ക് എങ്ങനെ ഇവർക്ക് കയറാം എന്നുള്ള ഡിസ്കഷനാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന് കാശ് പറ്റിച്ചു പോയിട്ടുള്ള ഒരാളുണ്ട്, ഗു സെങ് ജുൻ. അവനെ എങ്ങനെ പിടിക്കും, അവനെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്നുള്ള ഒരു ഡിസ്കഷനും അവർ തമ്മിൽ നടക്കുന്നുണ്ട്. ഗോ സെങ് ജുൻ ആണെങ്കിൽ എങ്ങനെയെങ്കിലും രാജ്യം വിട്ടു പോവാനായിട്ട് ഉള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെ അവനെ രാജ്യത്ത് നിന്ന് കടത്താനായിട്ട് സഹായിക്കുന്ന ആളെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെരിയുടെ ചേട്ടൻ ഇവനെ പിടിക്കാനായിട്ട് ഫുൾ ആളെ ഇറക്കിയിരിക്കുകയാണ്. ചോയ്ച്ചോൾ ആ കള്ളന്മാരെ ആദ്യം സഹായിച്ചിരുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ.
എന്തുകൊണ്ടാണ് കള്ളന്മാരെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ നിന്നിരുന്നത് എന്നുള്ള കാര്യം അറിയുന്നത് നമ്മളിപ്പോഴാണ്. ആ കള്ളന്മാരെ സൗത്ത് കൊറിയയിലേക്ക് വിട്ട് സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ട് വന്ന് അത് സ്മഗിൾ ചെയ്യുന്നത് ഇയാൾ തന്നെയാണ്. വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ കള്ളത്തരം ചെയ്യിപ്പിക്കുന്നത് ഇയാൾ തന്നെയാണ്. ഇപ്പോൾ ഈ കള്ളന്മാർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവരെ കൊണ്ട് യാതൊരു ഉപയോഗമില്ല. ഒരു ഫേക്ക് ആക്സിഡന്റ് ഉണ്ടാക്കി ഈ കള്ളന്മാരെയൊക്കെ കൊല്ലുകയാണ് ചോച്ചിയോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആക്സിഡന്റ് കാണുന്ന ഒരു ലേഡി, അവരെയും ഇയാൾ കൊല്ലുന്നു. ശരി, നടന്ന് അവസാനം ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കുറേ വീടുകൾ കാണുന്നു. അവർക്ക് ജീവൻ നേരെ വീഴുന്നത് അപ്പോഴാണ്. നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയ എത്തി എന്ന് സമാധാനിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാണുന്ന ആളുകളൊക്കെ എന്തൊക്കെയോ വശപ്പശക്. അവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കുട്ടികൾ പാട്ടൊക്കെ പാടി സ്കൂളിലേക്ക് പോകുന്നു, പാട്ട് വെക്കുന്നു, അവിടെയുള്ള സ്ത്രീകളൊക്കെ ഡാൻസ് കളിക്കുന്നു. അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് ശരി ഒരു ബോർഡ് കാണുന്നത്. അപ്പോഴാണ് അവൾക്ക് കത്തുന്നത് ശരിക്കും അവള് ഇപ്പോഴും നോർത്ത് കൊറിയയിൽ തന്നെയാണെന്നുള്ളത്. ഫുള്ള് കയ്യിൽ നിന്ന് പോയി ആകെ ഇല്ലാണ്ടായി നിൽക്കുന്ന സമയത്താണ് ചോച്ചിയോളുടെ വണ്ടി ശരിക്കും നേരെ വരുന്നത്. അപ്പോൾ തന്നെ ജോങ് ഹ്യോക്ക് വന്ന് ഇവളെ ചോച്ചിയോൾ കാണാത്ത രീതിയിൽ മാറ്റി നിർത്തുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അധികം വൈകാതെ നെക്സ്റ്റ് എപ്പിസോഡ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.